ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ടേമിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. കോഗ്നിറ്റീവ് ഡിസബിലിറ്റി. കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ വഴിയില്ല, ചുരുക്കം ചിലർ കേട്ടിട്ടുണ്ടാവും. ഈ കോഗ്നിറ്റീവ് ഡിസബിലിറ്റി എല്ലാവരിലും ഉണ്ട് കേട്ടോ, കുട്ടികളിലും ഉണ്ട്. നമ്മുടെ മേധക്കുട്ടിക്ക് കോഗ്നിറ്റീവ് ഡിസബിലിറ്റി ഉണ്ടെന്നല്ല, പക്ഷെ അവൾ മൂലമാണ് ഞാൻ ഈ ടേം അറിഞ്ഞത്. നമ്മൾ സ്കൂളിലൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് നമ്മുടെ കുട്ടികളിലെ ഓരോ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രസ്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മുടെ മേധക്കുഞ്ഞിന് ചില ആൽഫബറ്റ്സ് അത് മൈൻഡിൽ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ബ, ഡ, ഖ, ട്, പ, ഇതൊക്കെ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ഇപ്പോൾ ക്യാറ്റിന് ക്യാഡെന്ന് എഴുതും, ബാറ്റിന് ബാഡെന്ന് എഴുതും, അങ്ങനെയൊക്കെ. അപ്പോൾ ഓപ്പൺ ഹൗസിന് ചെല്ലുമ്പോൾ മാം ഇങ്ങനെ പറയും, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, എഴുതി പഠിപ്പിക്കണം. അപ്പം നമ്മൾ വീട്ടിലെല്ലാം എഴുതിപ്പിക്കും. ആ എഴുതണ മൊമെൻറ്റിൽ ഷീ വിൽ ടെൽ ദ കറക്റ്റ്. പിന്നീട് നമ്മൾ ഡിക്റ്റേഷൻ എടുക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് മാറിപ്പോകുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്താണ് ഇങ്ങനെയൊരു ഡെവലപ്മെൻറ്റൽ പ്രോബ്ലം ആണോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വന്നു. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തു. എൻ്റെ ഏരിയ റിസർച്ച് ആയത് കാരണം, ഈ റിസർച്ച് അല്ല കേട്ടോ, ബയോളജിയാണ്, മൈക്രോബയോളജി. പക്ഷേ ഈ ഒരു നമുക്ക് ആ ഒരു ത്വര കാണൂല, ത്വര. അപ്പം ഞാൻ അങ്ങനെ റിസർച്ച് ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇത് കോഗ്നിറ്റീവ് ഡിസബിലിറ്റി ഒന്നും അല്ല, മിക്ക കുഞ്ഞുങ്ങളിലും കാണുന്നതാണ്. എസ്പെഷ്യലി സ്പെഷ്യൽ കേസസ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രീ ടേം ബേബീസ്, നമ്മൾ മാസം തികയാതെ ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ചിലരിൽ, വളരെ ചുരുക്കം ചിലരിൽ. ഇപ്പം മേധ ഒരു 36 or 37 വീക്സിൽ പുറത്ത് വന്ന ആളാണ്. നമുക്ക് ഉള്ളി കിടക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഇൻക്യുബേറ്ററിലൊന്നും വെച്ചില്ല കേട്ടോ. പ്രോപ്പർ വെയിറ്റ് ഉള്ള കാരണം ഇൻക്യുബേറ്ററിലൊന്നും വെക്കേണ്ടി വന്നില്ല. ബട്ട് സ്റ്റിൽ അതായിരിക്കാം റീസൺ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സാധാരണ കുഞ്ഞുങ്ങളെക്കാളും ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു അര സ്റ്റെപ്പ് അവർക്ക് ബാക്കിലായിരിക്കും. ബാക്ക് ഇൻ ദ സെൻസ് ഗ്രാസ്പിങ്. നോർമലി കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. എല്ലാ കുട്ടികളും അല്ല, ചില കുട്ടികൾ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത് നമ്മുടെ മക്കളായിട്ട് തന്നെയാണല്ലോ. എൻ്റെ മന്ത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അപ്പം നമ്മൾ അവളെ കണ്ട് ശീലിച്ച് അവളെ പഠിപ്പിച്ചിട്ട് ഇവളെ സെയിം മെത്തേഡിൽ പഠിപ്പിക്കാൻ ഒരിക്കലും പറ്റില്ല, അതെനിക്കറിയാം. അപ്പോൾ ആ ഒരു ഗ്രാസ്പിങ് പവർ കുറച്ച് പിന്നോട്ടായിരിക്കും. അപ്പം നമുക്ക് ഇതൊരു ഡിസബിലിറ്റി ഒന്നും അല്ല കേട്ടോ. ഞാൻ ആ ഒരു വേർഡ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നേ ഉള്ളൂ. ഇതിനുള്ള ഒറ്റ സൊല്യൂഷൻ, നമ്മൾ അവർക്ക് നമ്മുടെ ടൈം കൊടുക്കുക. വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. എല്ലാ ദിവസവും അവർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവരുടെ കൂടെ ഇരിക്കാം. അവർക്ക് ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ മേധയ്ക്കാണെങ്കിൽ ഈ വേർഡ്സ് ആയിരുന്നു. അപ്പോൾ കൂടെ ഇരുന്ന് നമ്മൾ പറഞ്ഞ് അത് എഴുതിയാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല, രജിസ്റ്റർ ചെയ്യില്ല. നമ്മൾ പറഞ്ഞ് അവരുടെ ഒപ്പം ഒരു 100 ടൈംസ് മേ ബി നമ്മൾ പറയേണ്ടി വരും. പറഞ്ഞ് വൺസ് ഇറ്റ് രജിസ്റ്റേർഡ് ഓൾ സെറ്റ്. അങ്ങനെ ഞാൻ കുറച്ച് ടൈം അവൾക്ക് വേണ്ടി ഇപ്പോഴും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും നേരത്തെ സ്പെൻഡ് ചെയ്യാറില്ലായിരുന്നു, അതും ഒരു റീസൺ ആയിരിക്കാം. എന്തായാലും ഇപ്പോൾ ആൾ ഉഷാറായിട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഓൺലി തിങ് വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദം. തല്ലോ അടിക്കോ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവരുടെ കൂടെ ഇരുന്ന് നമ്മളും പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. ഇത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. വാട്ട്സ് ദ സ്പെല്ലിംഗ് ഓഫ് കാറ്റ്? COB. rat? ROD. Rat? Is that a SOT. cog? RIT. Cog. COF. Of cat? CAT. What's the spelling of pat? PAT. Rat? RAT. Bat?